എല്ലാവർക്കും ഒരിക്കൽ കൂടി ജിനോ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത് ഒരു കോൺ വെച്ചിട്ടുള്ളൊരു അടയാണ്. അപ്പോൾ അതിനായി നമ്മൾ ആദ്യമേ എടുത്തിട്ടിരിക്കുന്നത് 4 കോണാണ്. ഈ കോണ് കത്തി കൊണ്ട് നമ്മൾ ചെത്തി എടുക്കുകയാണ്. ആ കോണിൻ്റെ തൊലികളെല്ലാം പൊളിച്ചിന്. ആ തൊലി കളയാൻ പാടില്ല. അതിൻ്റെ ഉള്ളിലത്തെ തൊലിയും നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കണം. അത് നമുക്ക് അത്യാവശ്യമാണ് ഇതിന് ഉണ്ടാക്കുന്നതിന്. അപ്പോൾ നമ്മൾ ആദ്യമേ കോണെല്ലാം അരിഞ്ഞ് ഇതുപോലെ ഒരു പാത്രത്തിലാക്കുക. അതിനുശേഷം ഇതിൻ്റെ കവറുണ്ടല്ലോ, നമ്മളിതിൻ്റെ തൊലി നമ്മൾ പൊളിച്ച് അത് കഴുകി വൃത്തിയായിട്ട് കഴുകി നമ്മളത് തുടച്ച് ഓരോന്നോരോന്നായിട്ട് വെക്കണം. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിനകത്തിട്ടിട്ടുണ്ട്. നമ്മൾ വാഴയിലല്ല ഇത് ഉപയോഗിക്കുന്നത്. ഇത് അതേ സെയിം കോണിൻ്റെ തന്നെ ഇലയിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് കളയരുത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് വൃത്തിയായിട്ട് കഴുകി അത് നമ്മൾ തുടച്ച് വെക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അരിഞ്ഞ കോണെല്ലാം കൂടെ നമ്മൾ മിക്സിയിലെ ജാറിനകത്തേക്കിട്ട് നമ്മൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് എല്ലാം ഒറ്റയടിക്ക് നമുക്ക് അരയ്ക്കാൻ പാടില്ല. നമ്മുടെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ മിക്സിയുടെ, ആ ജാറിൻ്റെ ഒരു 1/4 ഭാഗം വരുന്ന വിധത്തിൽ നമ്മൾ ചോളത്തിൻ്റെ കട്ട് ചെയ്ത ഭാഗം ഇട്ട് കൊടുത്തതിന് ശേഷം വൃത്തിയായിട്ട് നമ്മൾ അരച്ചെടുക്കുക. അതിന് നമുക്കൊരു പ്രാവശ്യം കൂടെ അരയ്ക്കാനുള്ള കോണുണ്ട്. 4 കോണാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കുകയാണ് കോണ്. നല്ല വൃത്തിയായിട്ട് നല്ല പേസ്റ്റായിരിക്കണം, അതേപോലെ അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മിനിറ്റ് അല്ലെ 2 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ അരച്ചെടുത്തത് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ പകർന്ന് വെക്കുക. കണ്ടോ, ഇതെല്ലാം നമ്മൾ വടിച്ച് അതിനകത്തേക്കിട്ട് നമ്മളത് അതിന് ശേഷം അടുത്ത നമുക്കൊരു പ്രാവശ്യം കൂടെ നമുക്ക് മിക്സിയിലിട്ട് അടിക്കാനുള്ളതുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്ക് പേസ്റ്റ് ചെയ്തിട്ട് വേണം പിന്നെ ബാക്കിയുള്ള മിക്സിങ്ങിലേക്ക് നമുക്ക് കടക്കാൻ. നമ്മൾ കംപ്ലീറ്റ് അതിനകത്ത് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതും അരച്ച് കഴിഞ്ഞു. ഇതും അരച്ച് നമ്മൾ ഇതിനകത്തേക്ക് കംപ്ലീറ്റ് ഒഴിച്ചു. ഇനിയാണ് നമുക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഇനി ഇതിലാണ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് അരപ്പ് ഇതിനെതിരെ വെള്ളം ഒഴിച്ചൊരിക്കലും കഴുകി അത് ഒഴിക്കാൻ പാടില്ല. ഇതിനകത്ത് ഒട്ടും വെള്ളം നമുക്ക് ചേർക്കാൻ പാടില്ല. അങ്ങനെ അത് കംപ്ലീറ്റ് നമ്മളൊരു പാത്രത്തിലേക്കാക്കി. ഈ കോണെന്ന് പറയുന്നതിന് ഒരുപാട് മിനറൽസ്, വൈറ്റമിൻ ബി, സിങ്ക്, മഗ്നീഷ്യം ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ഒരു നേരത്തെ ഫുഡിലെങ്കിലും ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ 1.25 കപ്പ് നമ്മൾ അരിപ്പൊടി അത് നമ്മൾ അളന്നെടുത്ത്, അപ്പം ഞാൻ പറയുന്നത് 4 കോണാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അതിന് 1.25 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അളന്നെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, 1.25 ആദ്യമേ 1 കപ്പ് ഇട്ടു. മൊത്തം ഇനി 3/4 കപ്പ് കൂടി ഇട്ടതിന് ശേഷം അത് നല്ലവണ്ണം യോജിപ്പിക്കുക. നമുക്ക് ആ കോണിൻ്റെ പേസ്റ്റുമായിട്ട് നല്ലവണ്ണം യോജിപ്പിക്കുക. നമുക്ക് ഏലക്ക ഒരു 2 ഏലക്കയുടെ ആവശ്യമേ ഉള്ളൂ. 2 ഏലക്ക നമുക്ക് ഇടിച്ച് അതൊരു പൊടിയാക്കി നമുക്ക് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മണം കിട്ടും. അങ്ങനെ
അതും ഏലക്കായും നമ്മൾ പൊടിച്ച് അതിനകത്തേക്ക് ഇട്ടു. ഇനി നമ്മൾക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ ഞാനൊരു ഏകദേശം നമ്മുടെ ചായ കുടിക്കുന്ന ഗ്ലാസിൻ്റെ ഒരു 1/2 കപ്പ് അല്ലെ 1/4 കപ്പിൻ്റെ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. അത്രയും ഞാൻ ഒഴുകിയാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും ഇതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക. കുറച്ച് തേങ്ങയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് നമുക്ക് കൂടും. നമുക്കിത് ഒരുപാട് കട്ടിയായിട്ട് ഇരിക്കാൻ പാടില്ല. ഒരു ലിക്വിഡ് ടൈപ്പ് പോലെ നമുക്കിരിക്കണം. അതായത് ഒരു ചെറിയൊരു ഒരു ഗ്രേവി പോലെ ആണ് നമുക്ക് ഇരിക്കാൻ പാടുള്ളൂ. ഒരുപാട് കുറുകി ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പോൾ തേങ്ങയും എല്ലാം ഇട്ടു, കണ്ടൻസ്ഡ് മിൽക്കും ഇട്ടു. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിക്കുക. നമ്മൾ ഇതിനകത്തേക്ക് പഞ്ചസാര ഒരിക്കലും ഇടത്തില്ല, പഞ്ചസാര ഇട്ടിട്ടില്ല. അപ്പം നമ്മളിത് നല്ലവണ്ണം കൂട്ടി യോജിപ്പിക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കി. ഇപ്പോൾ നമുക്ക് ടേസ്റ്റ് കുറവാണെങ്കിൽ, മധുരം കുറവാണ് എങ്കിൽ, കോണിന് നല്ല മധുരം ഉണ്ട് എങ്കിലും നമുക്ക് ടേസ്റ്റ് കുറവാ എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ തുടച്ച് വെച്ച കോണിൻ്റെ തന്നെ ആ ഒരു തൊലി ഉണ്ടായിരുന്നല്ലോ, തോല്, അത് നമ്മൾ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഒരുപാട് നിറയ്ക്കാൻ പാടില്ല, ഒരു കുറച്ച്. അതിന് ശേഷം നിറച്ചതിന് ശേഷം ഈ കാണുന്ന പോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് നമ്മളിത് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇതെല്ലാം ഫോൾഡ് ചെയ്ത് ഒരുമിച്ച് വെക്കുക. നമ്മൾ ഒരിക്കലും പുറത്തെ തോല്, ഏറ്റവും പുറത്ത് കാണുന്ന തോല് ഒരിക്കലും എടുക്കാൻ പാടില്ല. അത് കളഞ്ഞതിന് ശേഷം അതിനുള്ളിലൊരു 3-4 ലെയർ കാണും. അത് കംപ്ലീറ്റ് നമ്മളെടുത്ത് കഴുകി തുടച്ചിട്ട് വേണം നമ്മളിതുപോലെ ചെയ്യാൻ. ഇതുപോലെ നിറച്ചതിന് ശേഷം ഫോൾഡ് ചെയ്ത് കുറച്ചായിട്ട് മാറ്റി വെക്കുക. ഇതുപോലെ നമ്മൾ വെച്ചിരിക്കുന്ന കുറേ ഇലകൾ ഞാൻ ഇതുപോലെ തോലുകൾ ഇതുപോലെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇതുപോലെ മടക്കി വെക്കുക. ഇതിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാൻ. അപ്പോൾ നമുക്ക് മടങ്ങാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ഒരു ചെറിയൊരു മടക്ക്, ഒരു ഒരു ഫോൾഡ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് വരും. കണ്ടോ, ഇതുപോലെ നമ്മളൊരു സ്പൂൺ എടുത്ത് ഇനി നമ്മൾ ഈ മടക്കി വെച്ചിരിക്കുന്ന എല്ലാ അടയും എടുത്ത് ഞാൻ ഓൾറെഡി ഇത് വെള്ളം വെച്ചിട്ട് ഇത് ഗ്യാസ് സ്റ്റൗവിൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ ചൂടായി കഴിഞ്ഞപ്പം ഞാൻ ഇതിൻ്റെ തട്ടിലേക്ക് ഇതെല്ലാം ഓരോന്നോരോന്നായി ഞാൻ നിറയ്ക്കുകയാണ്. നിറച്ചതിന് ശേഷം അടുത്ത തട്ടും കൂടെ എടുത്തതിന് ശേഷം അതിലും ഞാൻ മടക്കി വെച്ചിരിക്കുന്ന അതെല്ലാം ഇതിലേക്ക് ഇട്ടു. അങ്ങനെ 2 തട്ടിലും കൂടി ഞാൻ ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ടുണ്ട്. കണ്ടോ, അത്രയും ഇത് ചെയ്തു. ഇനി നമ്മൾ അടച്ചു വെക്കുക. ഏകദേശം ഒരു 40
മിനിറ്റോളം നമുക്കിത് ആവി കയറ്റിയെങ്കിൽ മാത്രമേ അത് നല്ലതായിട്ട് വേഗത്തുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം 40 മിനിറ്റിനടുത്തായി, 35-40 മിനിറ്റിനടുത്തായി. അതിനുശേഷം ഇത് എടുക്കുകയാണ്. പിന്നെ എനിക്ക് ഒരു പ്രാവശ്യം കൂടി ഇടാനുള്ള അട കൂടി ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഞാൻ ഇതിൻ്റെ മുകളിലത്തെ ലെയറിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ രുചി നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്, ലൈക്ക് അടിക്കണം, കമൻറ്റ് രേഖപ്പെടുത്തണം. അപ്പോൾ ഇതൊന്ന് രുചിച്ച് നോക്കാം. നല്ല ചൂടാണ്. അസാധ്യ രുചിയാണ്, ഒന്നും പറയാനില്ല. നല്ല അടിപൊളിയാണ്. നിങ്ങളും ഇതുണ്ടാക്കി നോക്കണം. ഇനി അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ വണക്കം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.